ഇന്ന് നിങ്ങൾക്കായി വളരെ സ്പെഷ്യൽ ഒരു ഗസ്റ്റിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലാസ്മേറ്റ്സ് എന്ന മൂവിയിലൂടെ നമ്മളുടെ എല്ലാവരെയും പ്രിയങ്കരനായ നരേനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നരേൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നരേൻ്റെ രണ്ടാമത്തെ മൂവിയാണ്, തിരിച്ചുവരവിന് ശേഷമുള്ള രണ്ടാമത്തെ മൂവി അങ്ങനെ തന്നെ നേതാവേ, അഞ്ചെട്ടെണ്ണം പിന്നാലെ എന്ന മൂവിയുടെ വിശേഷങ്ങൾ നരേനിൽ നിന്ന് നമുക്ക് കേൾക്കാം. നരേൻ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. ഈ വർഷം തന്നെ 5 മൂവീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഓൾറെഡി റിലീസ് ചെയ്തു, ഇപ്പോൾ ഇതിന് സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് മൂവീസ് ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂവി ചൂസ് ചെയ്ത് ഇതുപോലെ ഇപ്പോൾ ഒരു കംബാക്ക് ചെയ്യാനുള്ള ശരിക്ക് കംബാക്കിൻ്റെ അല്ല, തമിഴിൽ കുറച്ച് പടങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് മലയാളത്തിൽ പലപ്പോഴും പടം മിസ്സായിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം അതിൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി കുറച്ചധികം പടങ്ങൾ ചെയ്യുന്നത്. മലയാളം മാത്രമല്ല, ഈ വർഷം തമിഴിലും 2 സിനിമകൾ ചെയ്യുന്നുണ്ട്. ഈ പടത്ത് അങ്ങനെ തന്നെ നേതാവേ, അഞ്ചെട്ടെണ്ണം പിന്നാലെ. ഈ പടത്തിൽ ആദ്യം അട്രാക്ട് ചെയ്യിപ്പിച്ചത് ഇതിൻ്റെ ക്യാരക്ടറാണ്. കാർത്തിക പെരുമാൾ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പെരുമാൾ ദേശത്തെ, പെരുമാൾമാർ വാഴുന്ന പെരുമാൾ ദേശത്ത് ഇപ്പോൾ ഭരിക്കുന്ന പെരുമാൾ പിള്ളയുടെ മകൻ കാർത്തിക പെരുമാൾ കൃഷിക്കാരനാണ്. അച്ഛൻ്റെ ആശയങ്ങളെല്ലാം അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന കാർത്തിക പെരുമാൾ. ഇപ്പോൾ കൃഷി ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജീസും അദ്ദേഹത്തിൻ്റെ, അപ്പോൾ ബേസിക്കലി കാർത്തിക പെരുമാളിനോടൊരു റെസ്പെക്റ്റ് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് അത് ചെയ്യണം എന്നൊരു താല്പര്യം തോന്നി. പിന്നീട് ഈ പടത്തിൻ്റെ ബേസിക് കണ്ടൻറ് എന്ന് വെച്ചാൽ ഒരിക്കലും രാഷ്ട്രീയം വരാൻ പാടില്ലാത്തൊരു ഗ്രാമമാണത്. ഈ ഗ്രാമത്തിന് അങ്ങനെ ഒരു പ്രത്യേകത, രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ല. അപ്പം അങ്ങനത്തെ ഒരു ഗ്രാമത്തിലേക്ക് രാഷ്ട്രീയം വരുന്നതാണ്, വന്നിട്ട് അത് കൃഷിയെ ബാധിക്കുന്നതാണ്, കൃഷിക്കാർ. അപ്പോൾ അതിന് എഗൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്ത് കൃഷി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് ഇൻഡയറക്റ്റ്ലി പറയുന്ന ഒരു സിനിമ കൂടിയാണ്. സോ ഇതിൻ്റെ കണ്ടൻറ്റാണ് നമ്മളതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ നരേൻ പറഞ്ഞതുപോലെ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ എഫക്ട്സ് എല്ലാം പറയുന്നൊരു സിനിമ. അപ്പോൾ ഇതൊരു യൂട്ടോപ്യൻ സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ ഈ പെരുമാൾ ദേശം? ഈ ശരിക്കും പറഞ്ഞാൽ ഒരു സാങ്കല്പിക ദേശം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഗ്രാമത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഇതിൽ ഞങ്ങളുടെ മുത്തശ്ശന്മാർ ആ സമയത്ത് അവർ നിർത്തി വെച്ചിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളാണ്. ഈ ഗ്രാമത്തിൽ രാഷ്ട്രീയം വരരുത്, അതുപോലെ തന്നെ ആരും വഴക്ക് കൂടരുത്, എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ അത് മത്സരിച്ച് തന്നെ ജയിക്കണം, സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം, നമ്മൾ ഒരിക്കലും വേറൊരു അന്യ സ്റ്റേറ്റിനെയോ അന്യദേശത്തിനെ ആശ്രയിക്കരുത്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ക്രോപ്സും എല്ലാം നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ആക്ച്വലി ഒരു സാങ്കല്പിക ദേശമാണ്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗ്രാമത്തിനെ. അവിടേക്കാണ്, അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയം ഒരിക്കലും വരാത്തൊരു ഗ്രാമത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കുറേ ഡെവലപ്മെൻറ്റ് വേണ്ടി പിന്നെ സിറ്റീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു മൂവിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ശരിക്കും ഈ മൂവിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സെഗ്മെൻറ്റിൽ ഇതിൻ്റെ ക്ലൈമാക്സിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ ക്യാരക്ടർ എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ഓഡിയൻസിന് പ്രത്യേകിച്ച് അറിയുന്നത്. കാരണം ഇപ്പോൾ ഈ ചോദിച്ച പോലെ ഇതിൽ ക്ലൈമാക്സിന് മുമ്പായിട്ട് രഞ്ജി പണിക്കർ സാറ് വരുന്നൊരു സീനുണ്ട്. അവിടെയാണ് അദ്ദേഹമാണത് റിവീൽ ചെയ്യുന്നത്. ശരിക്കും അങ്ങനത്തെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഗ്രാമത്തിന്. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൗൺഷിപ്പ് ബിൽഡ് ചെയ്യാൻ, ഇതിനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉള്ള ഒരു ഗ്രാമമാണ്. പക്ഷേ കാർത്തിക പെരുമാൾ ഇതെല്ലാം തടഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൃഷിക്കാരും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ഒരു പക്ഷേ പലവരും അതാത് സമയത്ത് ഒരു സ്റ്റേണായ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഇതിങ്ങനെ പലപ്പോഴും പല സ്ഥലങ്ങളിലായി കൃഷി നശിക്കാതെ പോയേനെ എന്ന് ഇൻഡയറക്റ്റ്ലി പറയുന്ന ഒരു വിഷയമാണ്. സോ അത് പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ പടത്തിലെ കാർത്തിക പെരുമാൾ. സോ ഒബ്വിയസ്ലി യു ഫീൽ റെസ്പെക്ട് ടുവേർഡ്സ് ദറ്റ് ക്യാരക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഡ്രൗട്ട് കാരണം ഒത്തിരി കൃഷിനാശം വന്ന് ഒത്തിരി കർഷക ഫാമിലികൾ സൂയിസൈഡ് അങ്ങനെ ഒരു ഇതുള്ള സമയത്ത് അപ്പോൾ ഈ ഒരു മൂവി നൽകുന്ന മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരിക്കലും രാഷ്ട്രീയം വേണ്ട എന്ന്
അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ ഇമ്പോസിബിൾ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സാങ്കല്പിക ഗ്രാമമായിട്ടുണ്ട്. ഇതിൽ കൃഷി ചെയ്യുന്ന ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ശരിക്കും കഥയുടെ ബേസിക് പ്ലോട്ടിൽ ഞങ്ങളുടെ ഒപ്പോണൻസ് ആയിട്ടുള്ള, ഇപ്പോൾ സായികുമാർ ചേട്ടനാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒപ്പോണൻസ്, അത് സുരാജേട്ടൻ്റെ മകൻ ഷാനവാസ് ചെയ്യുന്ന ക്യാരക്ടർ, അവർ കൊണ്ടുവരികയാണ് രാഷ്ട്രീയം. അത് കൃഷി ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പേഴ്സണൽ സെൽഫിഷ് മോട്ടീവായിട്ട് വരുമെങ്കിലും അത് ഇൻഡയറക്ട്ലി ഡസ് സംതിങ് വെരി ബാഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദെൻ വി ഫൈറ്റ് അഗെൻസ്റ്റ് ഇറ്റ്. അപ്പോൾ ഈ പടത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല, ഇറ്റ്സ് എ ഫുൾ ഹ്യൂമർ ബേസ്ഡ് ആണ്. അത് ആ പടത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഉണ്ട്, അങ്ങനെ തന്നെ നേതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ. അപ്പോൾ ഇതിൽ പക്ഷേ പറയുന്ന ഒരു വിഷയമുണ്ട് എന്ന് വെച്ചാൽ ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ഈ കൃഷി എന്ന് പറയുന്ന കാര്യം. ആ മെസ്സേജ് തീർച്ചയായിട്ടും ഈ പടത്തിൽ ഇൻഡയറക്റ്റ്ലി നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പടത്തിലൂടെ നമുക്കത് ഗ്രാസ്പ് ചെയ്യാനും പറ്റും. പക്ഷേ ഇതിൻ്റെ അണ്ടർ കറൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇസ് ഹ്യൂമർ. കാരണം ഹ്യൂമറിലൂടെ നമുക്കിതൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ ഈ എത്ര സീരിയസ് വിഷയമാണെങ്കിലും പ്രത്യേകിച്ച് ഓഡിയൻസിന് നമ്മൾ വി കാൺട്ട് അല്ലേ, നമുക്കതൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ വേണ്ടി വരും ചെയ്യാൻ. ഇപ്പോൾ ഈ സിനിമയിൽ ഒത്തിരി സീനിയർ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സായികുമാർ സാർ, അതുപോലെ ജനാർദ്ദൻ ചേട്ടൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു മില്യൂവിൽ യൂഷ്വലി നരേൻ ചെയ്യുന്ന മൂവീസിൽ യങ്സ്റ്റേഴ്സ് ആയിരുന്നല്ലോ ഇതിന് മുമ്പുള്ള മലയാളം മൂവീസിലും. അപ്പോൾ ഈ ഒരു മൂവിയിൽ ഇങ്ങനെ ഒരു സീനിയർ അത് ശരിക്കും വലിയൊരു പ്ലസ് ആണ്. ഞാൻ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ അജിത് പൂജപ്പുര, ഇതിൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് നായർ, ഇവർ രണ്ടുപേരും മാത്രമാണ് ഒരു പക്ഷേ ന്യൂ കമേഴ്സ് ഉള്ളതിൽ. ബാക്കി ടെക്നിക്കൽ ടീമായാലും ശരി, ഇതിൻ്റെ ക്യാമറമാൻ അനിൽ നായർ ഇത് വെരി എക്സ്പീരിയൻസ്ഡ് ക്യാമറമാൻ, അദ്ദേഹമാണ് ഈ പടത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന എം ജയചന്ദ്രൻ സാറാണ്. ഇതിൻ്റെ ആർട്ടിസ്റ്റുമാർ ഇപ്പോൾ സായി കുമാർ ചേട്ടൻ, മുകേഷ് ഏട്ടൻ വളരെ ഒരു പിവറ്റൽ റോളാണ് ഇതിൽ. സുരാജ് ഏട്ടൻ, ജനാർദ്ദൻ ചേട്ടൻ, മാമുക്കായ. അപ്പോൾ ഈ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് പലവരുടെയും ലൈക്ക് ഐ ഹാവ് grown up watching them all and I really loved their films. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് ഫീലിംഗ് ആൻഡ് ദേ ആർ വെരി ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു പുതിയ അനുഭവമാണത്. ഇറ്റ്സ് ഞാൻ സായിച്ചേൻ്റെ കൂടെ മുമ്പ് ആക്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും പലവരുടെയും ഇത്രയും ഒരു കാസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡിലൈറ്റ്. പിന്നെ അതുപോലെ ഇതിൽ മുകേഷ് ഏട്ടൻ ചെയ്യുന്ന റോള്, മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടറാണെങ്കിൽ ഇതിൽ പാലാ തങ്കച്ചൻ എന്ന് പറയുന്നത് രാഷ്ട്രീയം ഒട്ടുമില്ലാത്ത ഗ്രാമത്തിൽ ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പാലാ തങ്കച്ചൻ വന്ന് രാഷ്ട്രീയ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് മുകേഷ് ഏട്ടൻ. ആൻഡ് മുകേഷ് ഏട്ടൻ വരുന്നത് സുരാജേട്ടൻ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞ് മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടർ വൈസ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ അത് ഇൻഡയറക്റ്റ്ലി ജനങ്ങളെ ബാധിക്കുന്നു എന്ന് അറിയുമ്പോൾ ഹീ റിയലൈസസ് ആൻഡ് അദ്ദേഹം പറയുന്നുണ്ട് നല്ലതിൻ്റെ കൂടെ മാത്രമേ ഞാൻ നിൽക്കുള്ളൂ എന്ന്. ഒരു പൊളിറ്റീഷ്യൻ്റെ ബേസിക് മോട്ടീവ്. അപ്പോൾ അത് മുകേഷിൻ്റെ ക്യാരക്ടറിലൂടെയാണ് അത് വരുന്നത്. ഈ ക്യാരക്ടർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ രാഷ്ട്രീയം വരുന്നത് എൻ്റെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലതല്ല, കഥയുടെ പോയിന്റ് ഓഫ് വ്യൂ. അതേസമയം ഞാൻ പറയുന്നത് രാഷ്ട്രീയം നല്ലതാണ്, പക്ഷേ നല്ല രാഷ്ട്രീയമായിരിക്കും. ഇറ്റ് ഷുഡ് ബി ഫോർ ദ പീപ്പിൾ. സോ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സെറ്റയർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ കേരളത്തിൽ പ്രിവെയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ സെറ്റയറായിട്ടുള്ള രീതിയിൽ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂവി നമ്മൾക്ക് കുറച്ച് കാലം മുമ്പ് ഒരു 80കളിലൊക്കെ മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു മൂവിയുടെ രീതിയാണല്ലോ. ഒരു ഗ്രാമീണരെല്ലാവരും ഒരു കുടുംബം പോലെ കൃഷി ചെയ്ത് കഴിയുന്നു. അപ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിയ കൊണ്ടുവരുന്ന പോലത്തെ ഒരു മൂവിയാണല്ലോ. നൊസ്റ്റാൾജിയ ഉണ്ട് അതിൽ. അതേസമയം ഈ കൃഷിക്കാരും കൃഷി നശിച്ചു പോകുന്ന ഒരു സെഗ്മെൻറ്റും വരുന്നുണ്ട്. അതിൻ്റെ ട്രോമ, അതിൻ്റെ ഒരു പ്രോബ്ലം അതും ചെറുതായിട്ടൊന്ന് ഹിറ്റ് ചെയ്തു. സോ ദാറ്റ് ഇസ് സംതിങ് ന്യൂ ഇൻ ദ ഫിലിം. അത് ഇപ്പോൾ കൃഷിക്കാർ കൃഷി പാടത്ത് പണിയുന്നതിന് പകരം പൊളിറ്റിക്കൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സോ ഹൂ ഇസ് ദെയർ എന്ന് പറയുന്നൊരു ചോദ്യചിഹ്നം ഈ പടത്തിലുണ്ട്. അത് പിന്നെ കവർ ചെയ്തിട്ടാണ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. സോ ഐ ബിലീവ് ഇറ്റ് ഇസ് റെലവൻറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ഓർഗാനിക് ഫാമിങ്ങിലേക്കും എല്ലാവരും കൃഷിയിലോട്ടൊക്കെ തിരിച്ചു പോവാണ്. പലരും $multi-million ഇൻഡസ്ട്രീസ് എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് കൃഷി ചെയ്യാന്ന്. അപ്പോൾ ഈ ഒരു മൂവിക്ക് ആ ഒരു പ്രസക്തി എങ്ങനെയാണ് ആളുകൾ? ശരിക്കും അത് ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ വരുന്നൊരു ഫാക്ടറാണ്.
കൃഷി ചെയ്യാൻ ആളില്ലാത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നായകൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്ത് അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു വിഭാഗം ജനങ്ങൾ വരുന്ന ഒരു വിഷയം വരും. സോ ഈ പറഞ്ഞ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ്, പലപ്പോഴും എന്തെങ്കിലും ഒന്ന് ഇല്ലാതാകുമ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൊണ്ട്, പലപ്പോഴും മൾട്ടിനാഷണൽ കമ്പനീസ് ആയിരിക്കാം, പലപ്പോഴും ഇതിൻ്റെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കാം, ഈ ഓർഗാനിക് ഫാമിങ്ങും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ അത് ഒന്നാമത് അത് എഡ്യൂക്കേറ്റ് ചെയ്യണം ജനങ്ങൾ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു കം ഇൻ പ്രാക്ടീസ്. അതിൻ്റെ ഒരു ചെറിയൊരു പോയിന്റ് ഈ പടത്തിൽ പറയുന്നുണ്ട്. നരേൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിലെല്ലാം കുറച്ച് നരേൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് വാട്ട് കുഡ് യു റിലേറ്റ്? നന്മ നിറഞ്ഞ ക്യാരക്ടറാണ്. നന്മ നിറഞ്ഞ ക്യാരക്ടർ നമ്മളെല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്, എപ്പോഴും നല്ല എങ്കിൽ. ആൻഡ് ദിസ് ഈസ് എ പേഴ്സൺ, ഇപ്പോൾ കാർത്തിക പെരുമാൾ ഇസ് എ പേഴ്സൺ ഹൂ ലിവ്സ് ഓർ ഹൂ ഫൈറ്റ്സ് ഫോർ ദ പീപ്പിൾ. ഹി വാണ്ട്സ് ടു ഡു ഗുഡ് ഫോർ ദ പീപ്പിൾ. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരാളാണ് ഞാനും. സോ പ്രോബ്ലി ദാറ്റ് ഇസ് ഐ ആം ഹിം. സോ ഐ ടോട്ടലി ഐഡൻറ്റിഫൈ വിത്ത് കാർത്തിക പെരുമാൾ. അങ്ങനെയാകുമ്പോൾ അത് എളുപ്പമായിരിക്കും. പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിസമോ? അത് നമ്മൾ എടുത്തു പറയുന്നതല്ല. പേഴ്സണൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ആർട്ടിസ്റ്റ്മാരായാലും അല്ലെങ്കിലും തന്നെ വി ഓൾ ഡു എ ബിറ്റ് ഓഫ് ആർ പോർഷൻ. നമുക്ക് പറ്റാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഒബ്വിയസ്ലി ഐ വിൽ ബി ഡൂയിങ് സംതിങ്. അതല്ലാണ്ട് ഐ ഡു എ ലോട്ട് ഓഫ്, ഐ മീൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഐ തിങ്ക് സോ ഓൾ ആർട്ടിസ്റ്റ് ഡു ദാറ്റ്. അപ്പോൾ ഈ ഒരു മൂവി ചെയ്തപ്പോൾ ഇനി കൃഷിക്കാരുടെ കോസ് എൻഡോഴ്സ് ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ? അങ്ങനെയല്ല, ഞാൻ അതിൽ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് വന്നത് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ തമിഴിലൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. കത്തുക്കുട്ടി എന്നാണ് പടത്തിൻ്റെ പേര്. തമിഴ്നാട്ടിലെ കൃഷിക്കാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു നായകനായിരുന്നു. അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഒരു മീഥെയിൻ കെമിക്കൽ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അത് എക്സ്ട്രാക്ട് ചെയ്താൽ മൊത്തം കൃഷി നശിക്കാൻ പോകുന്നതും അത് ആക്ച്വലി തമിഴ്നാട്ടിലുള്ളതായിരുന്നു. അതിന് എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു നായകനായിരുന്നു. പടം റിലീസായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മീഥെയിൻ എക്സ്ട്രാക്ഷൻ നിർത്താനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. സിനിമകാരനല്ല, പക്ഷേ ദാറ്റ് ഫൈറ്റ് വാസ് ഗോയിങ് ഓൺ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് ചെയ്യുന്ന സിനിമ സർപ്രൈസിംഗ്ലി ഇറ്റ് ബിക്കെയിം ദ സെയിം തിങ്. സോ അത് പലപ്പോഴും ഈ 2 പടങ്ങൾ ചെയ്യുമ്പോഴാണ്, പ്രത്യേകിച്ച് തമിഴ് ചെയ്യുമ്പോൾ കുറേ ഭയങ്കര കുഗ്രാമങ്ങളിലൊക്കെ പോയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദ പ്രോബ്ലം ദറ്റ് ദേ ആർ ഫേസിങ്, നമ്മൾ ഇപ്പോൾ ടി വിയിലൂടെ കാണുക, പേപ്പറിലൂടെ വായിക്കുക, പല രീതിയിൽ കേട്ടറിവ്, പക്ഷെ അതൊന്നും അല്ലാണ്ട് വെൻ യു ഗോ ആൻഡ് സീ ദ ഇഷ്യൂ ഇല്ലേ, ദെൻ യു നോ ഹൗ സീരിയസ് ഇറ്റ് ഇസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കമേഴ്ഷ്യൽ മീഡിയയിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ യു കാൺ ഷോ ഇറ്റ് ആസ് ഇറ്റ് ഇസ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ പടത്തിൽ തന്നെ കൃഷി നശിച്ചതിന് ശേഷം വരുന്ന ആ ഗ്രാമത്തിൻ്റെ ഒരു അവസ്ഥ ഒരു ചെറിയൊരു സീനിൽ പറഞ്ഞു പോകുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് എ ബിഗ് ഒരു ഐഡന്റിറ്റി. അത് ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് അത് ഒരു വലിയ വിഷയമാണ്. ആൻഡ് ഇറ്റ് ബീങ് പാർട്ട് ഓഫ് എ നോർമൽ കമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം സിനിമ, നമ്മളതിനെ വളരെ സട്ടിലായ രീതിയിൽ ഹാൻഡിൽ ചെയ്തങ്ങ് തീർത്തിരിക്കുകയാണ്. നരേനെ മലയാളി ഓഡിയൻസ് മെയിൻലി കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ലവർ റോളിലാണ്. ബിക്കോസ് ആ ഒരു എപ്പോഴും ആളുകൾ പറയുന്നത് നരേന്റെ കണ്ണ് ആണ്, പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണ്. പ്രണയത്തിന്റെ ക്യാരക്ടേഴ്സ് ഞാൻ വെയിറ്റ് ചെയ്യാം, പക്ഷേ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. ഈ മൂവിയിൽ ഇപ്പൊ മീരാനന്ദനുമായിട്ടുള്ള ഇതില് മീരായിട്ടുള്ള ഇന്റർവെല് വരെ വഴക്കാണ്. മീരയുടെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. കൃഷിഭവനിൽ ഓഫീസറാണ്. കൃഷിയുമായിട്ട് ഒരു ബന്ധവുമില്ല, കൃഷിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഓഫീസറാണ്. മീരയ്ക്ക് ഫോറിനിലേക്ക് പോകണം. ഫോറിനിൽ പോകണമെങ്കിൽ അതിനു മുമ്പ് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം, നന്നായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 മാസത്തിന് വേണ്ടി വരുന്ന ക്യാരക്ടറാണ്. സോ മീര എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ അടുത്താണ്, കാരണം ഞാൻ വളരെ ജെന്യുവനായിട്ട് കൃഷിയെ കാണുന്ന ഒരാളാണ്. സോ ഞങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ കോൺഫ്ലിക്റ്റിലൂടെ തുടങ്ങി പടത്തിൻ്റെ പകുതി എത്തുമ്പോഴാണ് മീര അറിയുന്നത് ആരാണ് ഇയാൾ എന്ന് പറഞ്ഞു. അതൊരു സർപ്രൈസ് എലിമെൻ്റാണ്, എൻ്റെ ക്യാരക്ടർ ആരാണ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ പടത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ദർ ഇസ് നോ, ഐ മീൻ ഇറ്റ്സ് നോട്ട് ദ റൊമാൻറ്റിക് സൈഡ്. പിന്നെ മാത്രമല്ല കാർത്തിക പെരുമാൾ കാർത്തി എന്ന് പറയുന്ന ക്യാരക്ടർ ഇസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് സംതിങ് ബിഗ്. ദി കോൺഫ്ലിക്റ്റ് ഇസ് യുനോ ആ ഗ്രാമത്തിൽ ഇൻഡയറക്റ്റ്ലി ഇല്ലാതാക്കുന്ന ഒരു ഫോഴ്സ് വരിക. അപ്പോൾ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് പ്രണയിക്കാൻ അധികം സമയമില്ലാത്തൊരു
ഇപ്പോൾ നരേൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, ഈ കാർത്തിക് പെരുമാൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു യങ്സ്റ്റർ ആണല്ലോ. പക്ഷേ എന്നിട്ടും കൃഷിയാണ് താല്പര്യം, കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സിനാരിയോയിൽ എല്ലാവരും കോർപ്പറേറ്റ് ജോലികൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. യങ്സ്റ്റേഴ്സ് സ്പെഷ്യലി കൃഷിയിലോട്ടൊന്നും അധികം ആരും തിരിയുന്നില്ല. സോ ആ ഒരു സെറ്റപ്പിൽ, ആ ഒരു സിനാരിയോയിൽ ഈ മൂവി യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അത് നമ്മൾ അറിയാഞ്ഞിട്ടാണ്. പലപ്പോഴും പെർസെൻറ്റേജ് ചിലപ്പോൾ കുറവായിരിക്കാം, ബട്ട് ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് ആർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. അത് പതുക്കെ ഇറ്റ് വിൽ കം അപ്പ് ഇൻ എ ബിഗ് വേ. അതൊരു തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷനാണ്. ഒരു പൊതുവേ വളരെ മെച്യൂർഡായിട്ടൊരു ക്യാരക്ടർ ഇത് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് ബി റെലവൻറ്റ്. അതേസമയം നമ്മളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇറ്റ് മൈറ്റ് മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു. ഈ കഥ കേട്ടപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ലൈക്ക് ദ ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടർ ലൈക്ക് ചെയ്യുക മാത്രമല്ല, ഇറ്റ് ഈസ് ഡൂയിങ് സംതിങ് വിച്ച് ഈ പറഞ്ഞ പോലെ നോട്ട് മെനി അറ്റ് ദിസ് ഏജ് വുഡ് ഡു. സോ യു ഫോൾ ഇൻ ലവ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇതിൽ രഞ്ജി സാർ ചെയ്യുന്ന റോളിനെ കുറിച്ചൊന്ന് പറയാമോ? അതൊരു സർപ്രൈസ് എലിമെന്റ്. ഓക്കെ. അത് സർപ്രൈസ്. രഞ്ജി സാർ ഇപ്പോൾ എല്ലാവരുടെയും മലയാളം ഇൻഡസ്ട്രിയിൽ ഇതിൽ ഒരു സീനിലാണ് വരുന്നത്, ഒരു ഇമ്പോർട്ടൻറ്റ് സീനിൽ. He comes and he just steals the show. Okay. Beautifully done. അതുപോലെ തന്നെ ഇതിലെ ഡയറക്ടർ ഇസ് എ ന്യൂ കമ്മർ, ഫസ്റ്റ് മൂവി ആണ്. സോ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം? സി, ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഡയറക്ടറും പ്രൊഡ്യൂസറും. എനിക്ക് ഡയറക്ടറുടെ കാര്യത്തിൽ ഐ എം വെരി ഹാപ്പി ഫോർ ഹിം. ബിക്കോസ് പൊതുവേ ഡയറക്ടേഴ്സിന്, ആദ്യത്തെ ഡയറക്ടേഴ്സ് എസ്പെഷ്യലി വർക്ക് ചെയ്യുമ്പോൾ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിൻ്റെ ഒരു പ്രശ്നം കാണാം. അതെപ്പോഴും ഇവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഉണ്ടാവും. യു കാൺ അവോയ്ഡ് ഇറ്റ്. ദാറ്റ് ഇസ് ദ ഫാക്ട്. അത് ഫാക്റ്റാണ്. പക്ഷേ ഇതിൽ ഹി യൂസ് ടു എപ്പോഴും പറയുന്നത്, എൻ്റെ അടുത്ത് ആദ്യം കഥ പറയുമ്പോൾ തന്നെ പറഞ്ഞു, പ്രൊഡ്യൂസർ വളരെ നമ്മുടെ കൂടെ, ഈസ് വെരി പാഷനേറ്റ് അബൌട്ട് സിനിമ, നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്, വിട്ടുവീഴ്ച വരുത്തരുത്, നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അത് തന്നെ നമുക്കൊരു ഇൻവൈറ്റിംഗ് ഫാക്ടറായിരുന്നു. കാരണം പൊതുവേ അങ്ങനെയല്ല പറയാറ്. പൊതുവേ പറയാറ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് എന്നുള്ള രീതിയിലാണ്. ശ്രദ്ധയുണ്ട് തീർച്ചയായിട്ടും. സോ ദ ഡയറക്ടർ ഇൻ ദാറ്റ് വേ ഹാസ് ഓൾ ദ ലിബർട്ടി. സോ ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ്സാണ് ഈ പടത്തിൻ്റെ. സുരേഷ് നായർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വാസ് എ ബിഗ്, വെരി മച്ച് ഇൻസ്ട്രുമെൻ്റൽ ഇൻ മേക്കിംഗ് ദിസ് ഹാപ്പൻ ഇൻ എ ഗുഡ് വേ. നരേൻ ഇപ്പോൾ തമിഴിൽ ഒത്തിരി മൂവീസ് ചെയ്തു. ആൻഡ് അവിടെ കുറേ സീനിയർ ആക്ടേഴ്സ്, ഇപ്പോൾ രജനീകാന്ത് സാറും കമലഹാസൻ സാറും അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് മമ്മൂക്കയൊക്കെ വിളിച്ച് സ്പെഷ്യലി അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സോ വെൻ യു അനലൈസ് യുവർ ഗ്രോത്ത് ഇൻ ദ ഇൻഡസ്ട്രി, വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഇവരൊക്കെ നമ്മുടെ വർക്ക് കാണുക എന്ന് പറയുന്നത് ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇവരൊക്കെ നമ്മൾ സീനിയേഴ്സ് മാത്രമല്ല, ലൈക്ക് ഐ ഹവ് ഗ്രോൺ അപ്പ് വാച്ചിങ് ദ ഫിലിംസ്. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദം. അപ്പോൾ ഇറ്റ് മേക്സ് യു, ഇതൊക്കെ അവർ വർക്ക് കണ്ടു എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ്, നമ്മൾ പറയില്ല, ഒരു അവാർഡ് കിട്ടുന്നത് പോലെയാണ്. അത് ഏതൊരു ആർട്ടിസ്റ്റായാലും ശരി. ഇപ്പോൾ രജനി സാറിനെയൊക്കെ ആദ്യം കാണുമ്പോൾ, ഓഫ് കോഴ്സ് നോട്ട് ദറ്റ് ഹി കോൾഡ് മീ, ബട്ട് ഞാൻ ആദ്യം കാണുമ്പോൾ ഹി ഹാഡ് ഓൾറെഡി സീൻ മൈ ഫിലിം ആൻഡ് ഐ വാസ് ക്വൈറ്റ് സർപ്രൈസ്ഡ്. അപ്പോൾ പുള്ളി ആ പടത്തിൽ ഞാൻ ചെയ്ത 1-2 ആക്ഷൻസ് ഒക്കെ കാണിച്ചു. അതുപോലെ അത് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. പിന്നെ കമൽ സാറിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഞാൻ പേഴ്സണലി സംസാരിക്കാറുണ്ട്. അപ്പോൾ ഹി വാസ് ടെല്ലിങ് മീ അഞ്ചാതെ was my launch pad. Anjade കഴിഞ്ഞിട്ട് now you can just carry on a little. So that is something very motivational. So മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്യുമ്പോഴും I felt that thing, you know. So he was നെഞ്ചുരുക്കും വരെ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ കഴിഞ്ഞിട്ടാണ് he had called. So അതൊക്കെ നമുക്കൊരു ബൂസ്റ്റ് ഫാക്ടറാണ്. So you feel like, you know, wanting to do more and പ്രത്യേകിച്ച് ഇവരുടെ ഒരു അത് എനിക്കെന്നല്ല, it's kind of, you know, they're telling you that okay, you're okay എന്നുള്ള രീതിയിൽ. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ബിഗ് ഫോർ, ഐ തിങ്ക് സോ, ഏതൊരു ആർട്ടിസ്റ്റിനും ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇനി മലയാളത്തിൽ ഏതൊക്കെയാണ് ഫ്യൂച്ചർ പ്രോജക്ട്സ് ഉള്ളത്? ഈ സിനിമയ്ക്ക് ശേഷം അടുത്ത പടത്തിൻ്റെ പേര് കവി ഉദ്ദേശിച്ചത് എന്നാണ്. ആസിഫ് അലിയും ബിജു മേനനും ഉണ്ട് പടത്തിൽ, ന്യൂ കമേഴ്സ് ആണ് ഡയറക്ടർ. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന ഒരു ആദ്യത്തെ ഫുൾ ലെങ്ത് ഹ്യൂമർ ക്യാരക്ടറാണ്. ഐ എം വെരി ഹോപ്പ്ഫുൾ അബൌട്ട് ഇറ്റ്. സോ അതിനുശേഷം പിന്നീട് ഞാൻ തമിഴിൽ 2 പടം ചെയ്യുന്നുണ്ട്. ഒരു സിനിമയുടെ പേര് റം എന്നാണ്. റം ഒരു ഹൊറർ ഫിലിമാണ്. ഞാനതിലൊരു മെയിൻ ക്യാരക്ടർ അല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡിലൊരു ക്യാരക്ടറാണ്. പിന്നെ ഒരു പക്ക പോലീസ് സ്റ്റോറി ചെയ്യുന്നുണ്ട്. ദാറ്റ് ഐ എം വെരി ഹോപ്പ്ഫുൾ അബൌട്ട്. ഇപ്പോൾ തുടങ്ങാൻ പോവാണ് പോലീസ് സ്റ്റോറി. പിന്നെ പൃഥ്വിരാജിൻ്റെ കൂടെ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ വേറെ 1-2 പടങ്ങൾ ഈ വർഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ
കുറച്ചധികം പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ പടങ്ങൾ അധികം ചെയ്യാത്തതിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു എനിക്ക്. സോ നൗ ഐ എം സ്റ്റാർട്ടിങ് ടു ഡു ഫിലിം. ലെറ്റ്സ് സീ. Malayalam audience has been awaiting you for a long time now, so stay. Yeah, hopefully. Let me try to do some good projects. സോ ഈ മൂവിയെക്കുറിച്ച് ഓഡിയൻസിനോട് പറയാനുള്ളത്? അങ്ങനെ തന്നെ നേതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ ഒരു ഫുൾ ലെങ്ത് ഫാമിലി എൻ്റർടൈനറാണ്. പറയുന്ന വിഷയം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്, പക്ഷേ അത് വളരെ ഹ്യൂമറായിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. ഫുൾ ലെങ്ത് ഹ്യൂമർ. സോ ഫാമിലിയോട് കൂടെ വന്ന് എൻജോയ് ചെയ്യാവുന്നൊരു സിനിമയാണത്. പ്ലീസ് ഡു കം ആൻഡ് വാച്ച് ഇറ്റ്. യു വിൽ എൻജോയ്. You have come back to the industry now, so be here. നമ്മൾ എല്ലാവരും കാത്തിരിക്കുമായിരുന്നു. And all the best for the movie. Thank you so much for coming on the show. Thank you very much.